സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിന് പണം അനുവദിച്ച സർക്കാർ. നവകേരള സദസ്സിനായി ക്ഷണക്കത്തും ബ്രോഷറും തയ്യാറാക്കിയതിന്റെ പണമാണ് അനുവദിച്ചിരിക്കുന്നത്. ഗഡുവായി 1,65,00,000 രൂപ അനുവദിച്ചു. 10 കോടി രൂപയാണ് ഇതിനായി ആകെ ചെലവഴിച്ചത്. ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, ഈ ബാക്കി ഒന്നിനും സർക്കാരിന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഈ നവകേരള സദസ്സിനായി ബ്രോഷറുകളും പോസ്റ്ററുകളും അടിക്കാനായി കാശുണ്ട്, അതും 1 കോടിയിലധികം രൂപ. തീർച്ചയായും നവകേരള സദസ്സിന്റെ മറവിലുള്ള ദൂർത്ത് ഇപ്പോഴും യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് 2 മാസം പിന്നിടുമ്പോഴും ഇതിനായി പണം തുടർച്ചയായി അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1,65,00,000 രൂപയാണ് ഇപ്പോൾ നവകേരള സദസ്സിന്റെ ബ്രോഷറും അതുപോലെ തന്നെ ക്ഷണക്കത്തുകളും അച്ചടിച്ചതിന് നൽകിയിരിക്കുന്നത്. 10 കോടി രൂപയായിരുന്നു ഇതിനായി മാത്രം നേരത്തെ മാറ്റിവെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെ ജനൻ TV തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും 1,65,00,000 രൂപ ഇതിനായി ആദ്യ ഗഡുവായി അനുവദിച്ചിരിക്കുന്നു. 9 കോടി രൂപ അനുവദിക്കണമെന്നായിരുന്നു സിയാപ്റ്റാണ് ഈ ക്ഷണക്കത്തും അതുപോലെ തന്നെ ബ്രോഷറുകളും അച്ചടിച്ച് പുറത്തിറക്കിയത്. ഇതിനായി 9 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിയാപ്റ്റ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് 1,65,00,000 രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന തുക ഉടൻ തന്നെ സിയാപ്റ്റിന് നൽകുകയും ചെയ്യും. അതായത് ഒരു വശത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയുന്നില്ല, മറ്റ് വികസന പദ്ധതികൾക്ക് പോലും പണം ചെലവഴിക്കാൻ കഴിയുന്നില്ല. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ താറുമാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതിനൊന്നും പണം നൽകാൻ കഴിയുന്നില്ല. അവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ല. കാരുണ്യ പദ്ധതിക്ക് പണം നൽകാത്തതിനാൽ സ്വകാര്യ ആശുപത്രികൾ ആ പദ്ധതിയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനായി എത്രയാണോ പണം അനുവദിക്കുന്നത് അതിങ്ങനെ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. 1,65,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. നമുക്കറിയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദൂർത്ത് നടന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറായിട്ടില്ല. 140 മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, പരാതികൾക്ക് പരിഹാരം കാണുമെന്നൊക്കെയായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അവകാശവാദമുയർന്നത്. എന്നാൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 90% പരാതികൾക്കും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. 10% പരാതികൾ മാത്രമാണ് പരിഹരിച്ചത്. ആ പരാതികൾ എങ്ങനെയാണ് പരിഹരിച്ചത് എന്നതിന്റെ തെളിവുകൾ കൂടി പുറത്തേക്ക് വന്നിരുന്നു. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് ഇളവ് തേടി സമീപിക്കുമ്പോൾ 500 രൂപ ഇളവ് അനുവദിച്ചൊക്കെയാണ് ഈ പരാതികൾക്ക് പരിഹാരം കണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് ഏകദേശം 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ദൂർത്ത് നടന്നിട്ടുണ്ടാകാമെന്നാണ് കണക്കുകൂട്ടൽ. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള ചോദ്യം ഉയർന്നെങ്കിലും മുഖ്യമന്ത്രി മറുപടി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നവകേരള സദസ്സിന്റെ യഥാർത്ഥ ചെലവ് എത്രയെന്ന ഇതുവരെ കണക്കുകൾ പോലും നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സിന്റെ മറവിലാണ് സ്പോൺസർഷിപ്പിലൂടെയും പണം കണ്ടെത്തിയത്. അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താൻ വേണ്ടി വ്യാപകമായ പണപ്പിരിവ് എല്ലാ ജില്ലകളിലും നടന്നു എന്ന വിജിലൻസ് റിപ്പോർട്ട് കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വിജിലൻസ് റിപ്പോർട്ടിലും ഇതുവരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഒരു വശത്ത് സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കോടികൾ അനുവദിക്കുന്നു. അതേസമയം തന്നെയാണ് വ്യാപകമായി എല്ലാ ജില്ലകളിലും പണപ്പിരിവ് നടന്നത്. CPM അനുകൂല സർവീസ് സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഈ വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്നായിരുന്നു പ്രധാനമായും വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ അതിലും കൃത്യമായൊരു നടപടിയിലേക്ക് സർക്കാർ പോയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ ഈ ദൂർത്ത് തന്നെയാണ്. ഈ ദൂർത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നാൽ അത് കനത്ത തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാതിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നവകേരള സദസ്സിനായി ബ്രോഷറുകളും അതുപോലെ തന്നെ ക്ഷണക്കത്തുകളും അച്ചടിച്ചതിന്റെ ആദ്യ ഗഡുവായി 1,65,00,000 രൂപ അനുവദിച്ചിരിക്കുന്നു. ശേഷിക്കുന്ന തുക ഉടൻ തന്നെ നൽകാനുള്ള നിർദ്ദേശമാണ് ധനവകുപ്പിന് സർക്കാർ നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പണം അനുവദിക്കുന്നതിൽ പ്രശ്നമുണ്ടാകരുതെന്ന നിർദ്ദേശം നേരത്തെ തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും 10 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ പ്രചാരണത്തിന് മാത്രമാണ് നിലവിൽ 20 കോടി രൂപയ്ക്കടുത്ത് നവകേരള സദസ്സിനായി ചെലവഴിച്ചിരിക്കുന്നത്. ഏതായാലും നവകേരള സദസ്സിന്റെ മറവിലുള്ള ദൂർത്തും അത് സർക്കാർ ഖജനാവിനുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അനു, ഈ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം രാജീവ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വന്നതിൽ ഏറ്റവും പ്രധാനം ഈ മന്ത്രിസഭയുടെ നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എന്നുള്ള മട്ടിൽ സർക്കാർ നീക്കുന്നുണ്ടെങ്കിലും ഇതൊരു PR വർക്കായിട്ടാണ് ആദ്യമേ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഖജനാവ് കാലിയാക്കും എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടക്കം ഇത് സർക്കാരിന് മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ്. ഇത് കേരളത്തിന് പോലും അധിക ബാധ്യതയാകുന്ന രീതിയിലായിരിക്കും എന്നുള്ള വലിയ വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. തീർച്ചയായും ഒരു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് വലിയ രീതിയിലുള്ള ദൂരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കുന്നതിന് വേണ്ടി കോടികൾ അനുവദിക്കുന്ന സമീപനം തന്നെയായിരുന്നു സർക്കാർ സ്വീകരിച്ചതെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാരിന്റെ PR വർക്കുമായി നീക്കിവെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദൂർത്ത് നടക്കുന്നുവെന്ന ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുമ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ മാറ്റിവെക്കാൻ ഒരു നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നവകേരള സദസ്സിന്
ശേഷം മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകിയ മുഖാമുഖം പരിപാടി എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചത്. ഈ മുഖാമുഖം പരിപാടിക്ക് പണം നൽകണമെന്ന ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്ന മറുപടി ധനവകുപ്പ് തിരികെ നൽകി. ഇതിനെ തുടർന്ന് വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ചിരുന്ന പണമാണ് ഈ മുഖാമുഖം പരിപാടിക്കായി മാറ്റിവെച്ചത്. ഓരോ മുഖാമുഖം പരിപാടിക്കും 35 മുതൽ 40 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത് വിവിധ വകുപ്പുകളുടെ പണം നീക്കിവെച്ചുകൊണ്ടായിരുന്നു പ്രധാനമായും മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. യുവജനക്ഷേമത്തിനായി നീക്കിവെച്ചതും കാർഷിക മേഖലയ്ക്കായി നീക്കിവെച്ചതും ഉൾപ്പെടെ പണം ചെലവഴിച്ചിരുന്നു. ആലപ്പുഴയിൽ കാർഷിക പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ 40 ലക്ഷം രൂപയ്ക്കടുത്താണ് ചെലവായത്. അതും എടുത്തത് കൃഷി വകുപ്പിന്റെ പണമാണ് മുഖാമുഖം പരിപാടിക്കായി ചെലവഴിച്ചത്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ പണം പോലും എടുത്ത് ചെലവഴിച്ചുകൊണ്ട് ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടരുകയാണ്. നവകേരള സദസ്സായാലും മുഖാമുഖമായാലും കേരളീയമായാലും ഇനി ലോക കേരള സഭ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക കേരള സഭ സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. കാരണം സാധാരണക്കാരായ പ്രവാസികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ലോക കേരള സഭ കൊണ്ട് ലഭിക്കുന്നില്ല. വൻകിട വ്യവസായികളെ കേരളത്തിലേക്ക് എത്തിക്കും, വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും എന്ന അവകാശവാദവുമായാണ് ഒന്നാം ലോക കേരള സഭ സംഘടിപ്പിച്ചതെങ്കിൽ അതിനുശേഷം ഒരു വ്യവസായമോ ഒരു നിക്ഷേപമോ പോലും കേരളത്തിൽ എത്താത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനു പിന്നാലെയാണ് വീണ്ടും ജൂണിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശയാത്രയിലാണ്, സ്വകാര്യ വിദേശ യാത്രയിലാണ് മുഖ്യമന്ത്രി. ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ സിംഗപ്പൂരിലും UAE-യിലും സന്ദർശിച്ച ശേഷം അദ്ദേഹം 22-നാണ് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുക. ഏകദേശം 2 ആഴ്ച നീളുന്ന സ്വകാര്യ സന്ദർശനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതിനുശേഷമാണ് ജൂണിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ജൂണിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനും കോടികൾ തന്നെ ചെലവ് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉയരുമ്പോഴും ലോക കേരള സഭയും അതിൻ്റെ മേഖലാ സമ്മേളനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. ഈ കേരളം സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ധൂർത്ത് ഒരു വശത്തു കൂടി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കുടുംബവും ഒക്കെ നടത്തുന്ന സ്വകാര്യ വിദേശ യാത്രകൾ, ഇതുകൂടി കേരള ജനങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്നതാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിൽ തന്നെയാണ്. അതിൻ്റെ ചെലവുകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും കേന്ദ്രാനുമതി ലഭിച്ചു. അതിൻ്റെ ഭാഗമായി സ്വകാര്യ സന്ദർശനത്തിനായി പോയി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ല. വളരെ രഹസ്യമായി തന്നെയാണ് ഈ വിവരങ്ങൾ നിലവിൽ സൂക്ഷിക്കുന്നത്. കാരണം ആദ്യഘട്ടമായി UAE-യിൽ എത്തുന്നു, അവിടെ നിന്നും ഇന്തോനേഷ്യയിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പോകും, തിരിച്ച് UAE-യിലേക്ക് എത്തും. 22-നാകും ഇനി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തുക. നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കടുത്ത പ്രതിസന്ധിയാണ്, കടുത്ത ചൂടാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഉഷ്ണതരംഗം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, ഇതിനൊപ്പം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിനുമൊക്കെ അപ്പുറത്തായി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം സ്വകാര്യ സന്ദർശനത്തിനായി പോയിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിക്കും. പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രാജീവ് ഒന്ന് ഇടപെടുകയാണ്. കാരണം കേന്ദ്രമന്ത്രി V. മുരളീധരൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചോദ്യമായി ഉന്നയിച്ചതും ഇതേ വിഷയം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തോടൊപ്പമുള്ള വിദേശയാത്ര, ഈ വിദേശ സന്ദർശനം നടത്താനുള്ള ഫണ്ട് എവിടെ നിന്നെന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. അത് തന്നെയാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞതും. അതിൻ്റെ സ്പോൺസർ, വരുമാന സ്രോതസ് ഇതൊക്കെ വെളിപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ഒക്കെ ചുമതല കൈമാറാതെ പോയത് സാധാരണ ജനത്തിനോടുള്ള ഉത്തരവാദിത്തം ഇല്ലായ്മ കൂടിയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള യാത്രയിൽ പാർട്ടിയുടെ നിലപാട് എന്തെന്നുകൂടി കേന്ദ്രമന്ത്രി ആരായുന്നുണ്ട്. തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ രൂക്ഷമാണ്. ഇതിനൊപ്പമാണ് ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതം. കടുത്ത ചൂട് കാരണം ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് പല ജില്ലകളിലും നിലനിൽക്കുന്ന, പല മേഖലകളിലും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമാണ്. ഇതിന് പകരമായി അല്ലെങ്കിൽ ഇതിനെ ഒരു പരിഹാരം കാണാൻ നിലവിൽ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി നേരത്തെ ഉന്നതതല യോഗമൊക്കെ വിളിച്ചെങ്കിലും ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ പല തരത്തിലുള്ള വാദങ്ങൾ നിരത്തുകയാണ്. KSEBയും അതേ വാദങ്ങൾ ഏറ്റുപിടിക്കുന്നു. പക്ഷേ നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി എത്തിക്കുന്നതിൽ KSEB പരാജയപ്പെട്ടിരുന്നു. മാത്രമല്ല ദീർഘകാല കരാറുകൾ പലതും KSEB വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കാരണം ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം നൽകേണ്ടി
നൽകേണ്ടി വരും. ഈ ഒരു സാഹചര്യം മറികടക്കുന്നതിനാണ് ചെറിയ ചെറിയ കരാറുകൾ മാത്രമായി KSEB ഒതുക്കിയത്. അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകുമെന്നായിരുന്നു KSEBയുടെ പ്രതീക്ഷയെങ്കിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ കുടുംബസമേതം വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ സ്വകാര്യ സന്ദർശനത്തിന് എങ്ങനെ പണം ചിലവഴിച്ചു, സർക്കാർ ഖജനാവിൽ നിന്നാണോ പണം ചിലവഴിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. നേരത്തെ ഉള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം ചിലവഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കുടുംബസമേതം യാത്രകൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി എവിടെ പോയാലും കുടുംബസമേതമാണ് യാത്ര ചെയ്യാറുള്ളത്. അതിന്റെ കണക്കുകളും അതിന്റെ ചെലവുകളുമൊക്കെ വഹിക്കുന്നത് സർക്കാർ ഖജനാവിൽ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് ഈ വാർത്തകളും പുറത്തു വരുന്നത്. നവകേരള ധൂർത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രോഷറും അതോടൊപ്പം ക്ഷണക്കത്തും അച്ചടിക്കാനായി ആദ്യ ഗഡുവായി അനുവദിച്ചിരിക്കുന്നത് 1,65,00,000 രൂപ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്.